ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുമിത്ര ഇപ്പോഴും ആ ഒരു വലിയ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. രോഹിത്തിൻ്റെ വക്കീലിനെ കാണണം. രഞ്ജിതയുടെ പേർക്ക് വന്ന ഈ വിൽപ്പത്രത്തെക്കുറിച്ചുള്ള സത്യം അതെന്താണെന്ന് അറിയണം. അങ്ങനെയെല്ലാം രഞ്ജിതയ്ക്ക് വിട്ടുകൊടുത്തിട്ട് പൂജയെ വഴിയാധാരമാക്കേണ്ട കാര്യമില്ലല്ലോ. അതിന് സുമിത്ര ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കത്തുമില്ല. എന്തായാലും സുമിത്രയുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ച് സുമിത്ര മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ വക്കീലുമായി സംസാരിച്ച് ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം പൂജയും കൂട്ടി രോഹിത്തിൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാണ് സുമിത്രയുടെ തീരുമാനം. ആ തീരുമാനത്തെ എതിർക്കാൻ ദീപുവും അതുപോലെ എല്ലാവരും ശ്രമിച്ചെങ്കിലും സുമിത്ര തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പൂജയ്ക്ക് അവകാശപ്പെട്ട വീട്ടിലാണ് പൂജ താമസിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് സുമിത്ര പറയുന്നത്. അങ്ങനെ സുമിത്രയുടെ തീരുമാനത്തെ എതിർക്കാനോ അല്ലെങ്കിൽ സുമിത്ര പറയുന്ന കാര്യങ്ങൾ അത് അങ്ങനെയല്ലേ ചേച്ചി, ഇങ്ങനെയാണെന്ന് പറയാനോ നമ്മുടെ ദീപുവിന് കഴിയുന്നില്ല. ചേച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം ന്യായമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദീപു അതിന് എതിർത്തതുമില്ല. അപ്പോൾ എതിർത്തിട്ടും കാര്യമില്ലെന്നും ചേച്ചിയുടെ തീരുമാനമേ നടക്കുകയുള്ളൂ എന്ന് തനിക്ക് അറിയാമെന്നും ദീപു സുമിത്രയോട് തറപ്പിച്ച് പറയുകയും ചെയ്തേ. അങ്ങനെ ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂജയും അതുപോലെ സുമിത്രയും പോവുകയാണെന്നുള്ള കാര്യം നമ്മുടെ അപ്പു അറിഞ്ഞു. അതുപോലെ എല്ലാവരും ഓരോരുത്തരായിട്ട് അറിഞ്ഞൊക്കെ വരുന്നു. ഈ സമയത്ത് അപ്പുവിന് ഭയങ്കര സങ്കടം. ആരോടും മിണ്ടുന്നില്ല, ഒരു മൂലയ്ക്ക് പോയി ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആകെ സങ്കടപ്പെട്ട് ആകെ വല്ലാതിരിക്കുന്ന അപ്പുവിൻ്റെ അരികിലേക്ക് നമ്മുടെ ദീപു ചെന്നു. മോനെ അപ്പു, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഏയ് എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. ഒന്നും പറ്റിയില്ലേ? ഇല്ലച്ചാ, എനിക്കൊന്നും പറ്റിയില്ല. അച്ഛനെന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ? അല്ല, ഞാൻ നിനക്ക് ശരിക്കും ആരാ? അതച്ഛൻ അറിയില്ലേ? എൻ്റെ അച്ഛൻ മാത്രമാണോ? അല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയല്ലേ എൻ്റെ അച്ഛൻ. ആണല്ലോ, നിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടും അതുപോലെ നിൻ്റെ അച്ഛനും ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ എന്നോട് നീ എന്തിനാ കള്ളം പറയുന്നത്? അല്ലെങ്കിൽ ഒരു കാര്യം നീ എന്തിനാ എന്നോട് മറച്ചു വയ്ക്കുന്നതെന്ന് ചോദിച്ചു. മറച്ചു വയ്ക്കേ? ഞാനൊന്നും അച്ഛൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചിട്ടില്ലല്ലോ. നീ ഒന്നും മറച്ചു വെച്ചിട്ടില്ലേ? ഇല്ലച്ചാ, ഞാനൊന്നും അച്ഛൻ്റെ അരിയിൽ നിന്ന് മറച്ചു വെച്ചിട്ടില്ല. നീ പിന്നെ എന്തുകൊണ്ടാ പൂജ പോകുന്ന സമയം അല്ലെങ്കിൽ പൂജ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇത്രത്തോളം സങ്കടപ്പെടുന്നത്? അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. അതെന്താണെന്ന് എനിക്ക് അറിയില്ല അച്ഛാ. പൂജ പോവുകയാണെന്ന് പറയുമ്പോൾ എന്തോ മനസ്സിന് വല്ലാത്തൊരു സങ്കടമാണെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ചുമ്മാ പൂജ പോവുകയാണെന്ന് പറയുമ്പോൾ സങ്കടപ്പെടേണ്ടതായിട്ട് ഒരു കാര്യമില്ല. നീ പൂജയെ സ്നേഹിക്കുന്നുണ്ടോ? ഏയ്, ഒരിക്കലും ഇല്ലച്ചാ. എന്നോട് എന്തിനാ നീ കള്ളം പറയുന്നതെന്ന് ചോദിച്ചു. പൂജയെ നീ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട് ഇല്ലേ? അച്ഛനോട് കള്ളം പറയരുതെന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി എനിക്കറിയില്ല അച്ഛാ. എനിക്ക് പൂജയോട് സ്നേഹമാണോ അല്ലെങ്കിൽ പ്രണയമാണോ ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, പൂജ എൻ്റെ അരികിലുള്ളപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അതെനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ അതാണ് മോനെ ഈ പ്രണയം എന്ന് പറയുന്നത്. നീ പൂജയോട് പറയാതെ നീ നിൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു കൊണ്ട് നടക്കുന്ന അതിനെയാണ് പ്രണയം എന്ന് പറയുന്നതെന്നും പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ മകന് പറഞ്ഞു കൊടുക്കുന്നു. ഇനി നീ ഒരു കാര്യം ചെയ്യണം. അവളോടുള്ള നിൻ്റെ ഇഷ്ടം നീ മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കരുതെന്നും അത് അവളോട് നീ തുറന്നു പറയണമെന്നുള്ള കാര്യവും പറഞ്ഞു. അങ്ങനെ തുറന്നു പറയാത്തിടത്തോളം നിൻ്റെ ഉള്ളിലെ ആ ഒരു സ്നേഹം അവൾ തിരിച്ചറിയണമെന്നില്ല. അവളെ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യരുത്. ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നീട് അതുകൊണ്ട് ഒരു ഫലവുമില്ലാതായി പോകുമെന്നും പറഞ്ഞ് അച്ഛൻ മകനെ ഉപദേശിക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൂജയോട് തൻ്റെ ഉള്ളിലുള്ള സ്നേഹം തുറന്ന് പറഞ്ഞിരിക്കണം എന്നും പറഞ്ഞ് ദീപു ഇങ്ങനെ അപ്പുവിനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ പറയാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയാട്ടി. അത് വെറുതെ തലയാട്ടാനല്ല പറഞ്ഞത്, ഞാൻ കാര്യമാണ് പറഞ്ഞതെന്നും പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ മകന് എല്ലാ സാഹചര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അച്ഛനും മകനും കൂടെ ശരിക്കും കൂട്ടുകാരെ പോലെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അങ്ങനെ മകൻ്റെ പ്രണയം പൂണിയാനുള്ള ആ ഒരു ഇതൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അച്ഛനും മോനും അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സുമിത്ര ഫോൺ എടുത്ത് വക്കീലിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ വക്കീൽ ആദ്യം ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല. അത് കഴിഞ്ഞ് സുമിത്ര വിളിച്ചു. ഇവനെ വിട്ടു കൊടുക്കില്ല, അല്ലെങ്കിൽ ഇവനെ ഞാൻ വിട്ടു കളയില്ല എന്നുള്ളൊരിതിലാണ് നമ്മുടെ സുമിത്ര വീണ്ടും ഇവനെ വിളിക്കുന്നത്. അപ്പോൾ സുമിത്രയെ കൊണ്ടുള്ള ശല്യം കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ഫോൺ എടുത്തു. അപ്പോൾ ഹലോ, ആരാന്ന് ചോദിച്ചു. ഇത് വക്കീലല്ലേ എന്ന് ചോദിച്ചപ്പം അതെ വക്കീലാണ്. നിങ്ങളാരാ? ഞാൻ സുമിത്രയാണ്. ഞാൻ ഈ വിളിച്ചപ്പോൾ മുഴുവൻ എന്താ വക്കീൽ കോൾ അറ്റൻഡ് ചെയ്യാതെന്ന്, ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയോ? അയ്യോ, അതെന്തെങ്കിലും നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ഉരുണ്ട് കളിക്കുക. അപ്പോൾ എനിക്ക് വക്കീലിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. എന്താ കാര്യം? അത് കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം. എപ്പോഴാണ് വക്കീലിന് സൗകര്യം? എനിക്ക് അത്യാവശ്യമായിട്ട് വക്കീലിനെ കണ്ടേ പറ്റുള്ളൂ എന്ന് തന്നെ സുമിത്ര തറപ്പിച്ചു പറഞ്ഞു ഇയാളോട്.
അതിനെന്താ കാണാമല്ലോ, എവിടെ വെച്ച് കാണണം, എപ്പോൾ കാണണം എന്നൊക്കെ ഇയാളിങ്ങനെ ചോദിച്ചപ്പോൾ അത് സമയവും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം. എന്തായാലും ഇനി ഞാൻ ഫോൺ വിളിക്കുമ്പോൾ വക്കീലിനെ കിട്ടാതിരിക്കരുത്. വക്കീൽ ഫോൺ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ പരിപാടിയൊന്നും ഒപ്പിക്കാതിരിക്കുന്നതായിരിക്കും വക്കീലിന് നല്ലതെന്നും സുമിത്ര ഇയാളോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ എന്നുള്ള രീതിയിൽ ഇയാൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ രഞ്ജിതയായിട്ട് മീറ്റ് ചെയ്യാം. അപ്പോൾ രഞ്ജിതയെ കണ്ടു, രഞ്ജിതയുമായിട്ട് സംസാരിക്കുന്നു. രഞ്ജിതയോട് സുമിത്ര വിളിച്ചതിനെ പറ്റിയും ആ ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണല്ലേ എന്ന് രഞ്ജിത ചോദിച്ചു. അതെ, അവൾ രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങിയിരിക്കുന്നതെന്ന് അന്നേരം ഇയാൾ പറയുകയും ചെയ്തു. അവൾ വന്ന് താങ്കളോട് പല രീതിയിലും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. പിടിവിട്ട് പോയേക്കരുത്. അവളുടെ മുന്നിൽ എല്ലാം കൂടെ വെട്ടിത്തുറന്ന് പറഞ്ഞേക്കരുത്. അങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ വക്കീലിന് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ സംസാരിച്ചാലേ വക്കീലിന് തന്നെ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വക്കീലിനും ആകെ ടെൻഷനായി. അപ്പോൾ രഞ്ജിത പേടിക്കുകയൊന്നും വേണ്ട, എൻ്റെ നാവിൽ നിന്ന് ഒരു സത്യങ്ങളും സുമിത്ര അറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അവൾ കുറുക്കൻ്റെ ബുദ്ധിയുള്ളവളാണ്, കൗശലക്കാരിയാണ്. അതുകൊണ്ട് തന്നെ അവൾ ഏത് രീതിയിലും സത്യം പുറത്തു കൊണ്ടുവരാൻ അവൾ ശ്രമിക്കും. അവളുടെ നീക്കം എന്താണെന്ന് താങ്കൾ തന്നെ അവളോട് ചോദിച്ചു മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവളുടെ ഓരോ പോയിന്റിൽ നിന്നും അവൾ എന്താണ് ഏതാണെന്ന് വക്കീലിന് മനസ്സിലാകും. ഇനി അവളുടെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യവും അവൾ തീർച്ചയായും നിങ്ങളോട് പറയും. അപ്പോൾ അത് അവളിൽ നിന്ന് അറിയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അവൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നീക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയണം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വക്കീൽ പറഞ്ഞു, ശരി ഞാനത് ഏറ്റു, ഞാനത് അങ്ങനെ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടോ. അപ്പോൾ ഈ പുള്ളിക്കാരി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുക. എന്തായിരിക്കും സുമിത്രയ്ക്ക് പറയാനുള്ളത് എന്നിങ്ങനെ ആലോചിച്ച്. എന്തായാലും നമ്മുടെ സുമിത്ര രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അപ്പോൾ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വക്കീലിനെ കാണാനായിട്ട് ദീപുവും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞു. അപ്പോൾ സുമിത്ര പറഞ്ഞു, ആരും കൂടെ വരണ്ട, ഞാൻ തനിച്ച് പൊക്കോളാം എന്ന് പറയുമ്പോൾ ചേച്ചി അയാൾക്ക് അരികിലേക്കൊന്നും ചേച്ചി ഒറ്റയ്ക്ക് പോകണ്ട. അയാളൊക്കെ ഇപ്പോൾ ആ രഞ്ജിതയുടെ ഭാഗമാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചേച്ചി പറയുന്നത് കേൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല ദീപു, നീ ടെൻഷനാവുമൊന്നും വേണ്ട. അങ്ങനെ എന്നെ ചതിക്കാൻ അല്ലെങ്കിൽ എന്നോട് ദ്രോഹം കാണിക്കാനൊന്നും അയാൾക്ക് കഴിയില്ലെന്നും സുമിത്ര ദീപുവിനോട് പറഞ്ഞു. അതും പറഞ്ഞ് സുമിത്ര തൻ്റെ തീരുമാനം അനുസരിച്ച് ഇയാളെ കാണാനായിട്ട് പോകുക. ഇയാളാണെങ്കിൽ 100 കൂട്ടം കാര്യങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് വരുന്നത്. കാരണം സുമിത്രയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. സുമിത്ര ഒട്ടും മോശക്കാരിയല്ലെന്നുള്ള കാര്യം അയാൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ട് പോലും പിഴച്ചു പോകരുതെന്നുള്ള രീതിയിലാണ് ഇയാൾ സുമിത്രയെ കാണാനായിട്ട് പോകുന്നത്. എന്തായാലും നമ്മുടെ സുമിത്ര രണ്ടും കൽപ്പിച്ച് തന്നെ വരുന്നു. ഇയാളെ കണ്ടു. ആ സമയത്ത് നമ്മുടെ അപ്പു പൂജയ്ക്കരികിലേക്ക് ചെല്ലുക, അച്ഛൻ പറഞ്ഞതനുസരിച്ച് തൻ്റെ ഉള്ളിലെ പ്രണയം പറയാനായിട്ട്. അങ്ങനെ ആ ഒരു ഇതിൽ അപ്പു അങ്ങ് ചെന്ന് പൂജയുടെ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു മൈൻഡിലാണ് അപ്പുവേട്ടൻ വന്ന് നിൽക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജയ്ക്ക് എന്തോ ഒരു ഇതുപോലെ, എന്തു പറ്റി അപ്പുവേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. പ്രശ്നമോ? ഒരു പ്രശ്നമില്ല. പിന്നെന്താ അപ്പുവേട്ടൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. ഇല്ലെന്നേ, ഒരു പ്രശ്നവും ഇല്ലെന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിലിങ്ങനെ നിന്ന് സംസാരിക്കുക കേട്ടോ. അപ്പോൾ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയാനുണ്ട്. എന്താ എന്നാൽ പറയാ. അപ്പോഴും അപ്പോൾ ഇങ്ങനെ നിന്നിങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുക, പറയാനായിട്ടുള്ള ഒരു ധൈര്യം കിട്ടാതെ. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും സംസാരങ്ങളും കാര്യങ്ങളും അവിടെ നടക്കുന്നു. ഇതേ സമയത്ത് സുമിത്ര വന്നിട്ട് വക്കീലിനോട് ചോദിച്ചു ഈ വിൽപ്പത്രത്തിനെ പറ്റി. അപ്പോൾ വിൽപ്പത്രത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര കുറേ ചോദ്യങ്ങൾ ഇയാളോട് അങ്ങ് ചോദിച്ചു. അപ്പോഴേക്കും ഇയാൾ പറഞ്ഞു, മരണത്തിന് മുൻപ് ഈ കാര്യങ്ങളെല്ലാം രോഹിത് സാറ് രഞ്ജിതയുടെ പേർക്കാണ് എഴുതി വെച്ചിരുന്നത്. കാരണം രഞ്ജിത എന്ന് പറയുന്ന ആൾ അന്ന് വളരെ സാഹചര്യം മോശമായിരുന്നു, വളരെ കഷ്ടപ്പാടോടു കൂടിയായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം കൊടുത്തിരുന്ന കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അദ്ദേഹം എഴുതി കൊടുത്തത് തന്നെയാണെന്ന് പറഞ്ഞു. അതെങ്ങനെ സാധ്യമാകും, അതല്ലെങ്കിൽ അതെങ്ങനെ പൂജയെ മറന്നുകൊണ്ട് രോഹിത് എങ്ങനെ ആ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ സുമിത്ര മേഡവും ആവശ്യത്തിലധികം സാമ്പത്തികമുള്ള ആളായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പൂജമോൾക്ക് വേണ്ടുന്നതെല്ലാം സുമിത്ര മേഡം കൊടുക്കുമെന്നുള്ള കാര്യം സാറിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് രോഹിത് ഒരു പക്ഷേ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരിക്കലും രോഹിത് ചെയ്യില്ലെന്നും പറഞ്ഞ് സുമിത്ര ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ ഈ
സ്വത്തുവകകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വക്കീൽ ഇങ്ങനെ ഉള്ള നുണയെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര ഇങ്ങനെ അമ്പരന്ന് ഇങ്ങനെ നിൽക്കുവാണേ. പക്ഷേ സുമിത്രയുടെ ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിൽ അയാൾ അടിപതറിപ്പോയി. കാരണം അയാൾക്ക് പിടിച്ചു നിൽപ്പില്ലാതായിപ്പോയി. സുമിത്ര അമ്മാതിരി ചോദ്യങ്ങളല്ലേ ചോദിക്കുള്ളൂ. എന്തായാലും സുമിത്രയുടെ ചോദ്യങ്ങൾക്ക് ഇയാൾക്ക് മറുപടി കൃത്യമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല. അന്നേരം തന്നെ സുമിത്രയ്ക്ക് കാര്യം മനസ്സിലായി, ഇതിനകത്ത് എന്തോ ചതിയും വഞ്ചനയും നടന്നിട്ടുണ്ടെന്ന്. സുമിത്ര എന്നിട്ട് ഇയാളെ അങ്ങോട്ട് നിർത്തി അങ്ങ് പൊരിച്ചില്ലേ. അയാളാണെങ്കിൽ ഒന്നും വിട്ടു പറയുന്നുമില്ല. കാരണം അയാൾക്ക് പേടിയാ. ഇവിടെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാൽ രഞ്ജിത്ത് അയാളെ കൊല്ലില്ലേ. അപ്പോൾ ആ പേടി അയാൾക്ക്. അങ്ങനെ മൊത്തത്തിൽ വക്കീലിനെ നമ്മുടെ സുമിത്ര പെടുത്തി കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് കഥ വരുന്നുണ്ട്. എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.